വാർത്താദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്തര കൊറിയയും ഇറാനൊപ്പം. ഇസ്രായേലിനെ പശ്ചിമേഷ്യയിലെ ക്യാൻസർ എന്ന് വിശേഷിപ്പിച്ചായിരുന്നു കൊറിയൻ ഭരണകൂടത്തിന്റെ വിമർശനം. റഷ്യയ്ക്കും ചൈനയ്ക്കും പിന്നാലെ കിം ജോങ് ഉന്നിന്റെ ഭരണകൂടമായ ഉത്തര കൊറിയയും ഇറാന്റെ ഒപ്പം കൂടുന്ന കാഴ്ചയാണ് കാണുന്നത്. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും നീക്കത്തിനെതിരെ ശക്തമായ പ്രതികരണമാണ് ഉത്തര കൊറിയൻ വക്താവ് നടത്തിയത്. ഉത്തര കൊറിയൻ ഔദ്യോഗിക മാധ്യമമായ KCNA വ്യക്തമാക്കിയത്. മനുഷ്യകുലത്തിനെതിരായ നടപടികളാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും ഇറാൻ പൗരന്മാർക്കും ആണവ നിലയങ്ങൾക്കും എതിരെ നടത്തുന്ന ആക്രമണം ആശങ്കാജനകമാണെന്നും സ്റ്റേറ്റ് സ്പോൺസേഡ് ഭീകരവാദമാണ് ഇസ്രായേൽ നടത്തുന്നത്, അത് മേഖലയാകെ വലിയൊരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കും എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും സംരക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ പശ്ചിമ ഏഷ്യയിലെ സമാധാനത്തിന് അപകടകരമായ ക്യാൻസറാണ്. ഇറാൻ വിപ്ലവത്തിന് വളരെ മുമ്പ് തന്നെ 1973 മുതൽ ഉറ്റ സൗഹൃദവും നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് ഉത്തര കൊറിയ. കൊറിയ സ്വന്തമായി വികസിപ്പിച്ച ആയുധങ്ങൾ ഇറാന് നൽകാറുണ്ട്. ഇറാൻ ഇറാഖ് യുദ്ധസമയത്തെ ആയുധങ്ങളുമായി ഇറാനെ സഹായിച്ച രാജ്യം കൂടിയാണ് കൊറിയ. ഗസയിലെ ഇസ്രായേൽ ആക്രമണം മൂലം പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ ഉത്തര കൊറിയ ഇറാനെ വിളിച്ച് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇറാനും ഉത്തര കൊറിയയും തമ്മിലുള്ള ആയുധ ഇടപാടുകൾ നയതന്ത്ര ഇടപെടലുകളും കടുത്ത ആശങ്കയോടെയാണ് അമേരിക്ക കണ്ടിരുന്നത്. ഇരു രാജ്യങ്ങളെയും 2002 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് W. ബുഷ് സാത്താന്റെ അച്ചുതണ്ട് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഹമാസും ഹൂത്തികളും ഇസ്രായേലിനെതിരെ ഉപയോഗിച്ച മിസൈലുകളിൽ ചിലത് ഉത്തര കൊറിയൻ ആയുധങ്ങളാണെന്ന് ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് ആരോപിച്ചിരുന്നു. യുക്രൈൻ യുദ്ധത്തിൽ ഉത്തര കൊറിയ പലതവണ റഷ്യയെ സഹായിച്ചിട്ടുണ്ട്. സംഘർഷം മൂർച്ഛിക്കുകയാണെങ്കിൽ ഉത്തര കൊറിയ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ആയുധങ്ങളുമായി ഇറാനെ സഹായിച്ചതുപോലെ ഇവിടെയും സഹായവുമായി ഉത്തര കൊറിയ എത്തുമോ എന്നാണ് പാശ്ചാത്യ സമൂഹം ആശങ്കപ്പെടുന്നത്. ന്യൂസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.